ഇന്ന് മുറ്റത്തൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന അടീനിയം പൂക്കളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാവേ. ഇന്ന് ഒത്തിരി പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല, എന്നാലും ഇടയ്ക്കൊക്കെ കുറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സുന്ദരികളാണ് കേട്ടോ എല്ലാവരും. നമുക്ക് ഇവരുടെ ഈ ഇടയിൽ കൂടെ ഒന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് കാണാൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൂവിൻ്റെ ഭംഗി എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത പൂവ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്ന് കാണാൻ നമുക്ക് ഭയങ്കര വികൃതിയാവും. അപ്പോൾ ഇത്രയും ചെടിയുള്ളപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് അത്ര സന്തോഷമാണ് കേട്ടോ ഇത് ഞാൻ പറയുമ്പം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ചെടികളെല്ലാം നിങ്ങളിൽ പരിചയപ്പെടുത്തുന്നതും നിങ്ങളിൽ എത്തിക്കുന്നതിലും. ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വാ, നമുക്കൊന്നിച്ച് പോയി കണ്ടു നോക്കാം കേട്ടോ. ഇവളെ കണ്ടോ, എന്നാ സുന്ദരിയാന്ന് നോക്കിയേ, എത്ര ഭംഗിയുണ്ടെന്ന് നോക്കിയേ. നല്ല ഭംഗിയില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാനായിട്ട് തോന്നില്ല. പക്ഷെ നിങ്ങളാരും കണ്ണ് വെക്കില്ല കേട്ടോ. ഈ വർഷത്തെ പൂക്കളൊക്കെ വിരിഞ്ഞ് മൊട്ടുകളൊക്കെ തീരാൻ തുടങ്ങി. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു പ്രാവശ്യം കൂടെ പൂക്കൾ വരാനുള്ള ഒരുക്കങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട്. ചിലതിലൊക്കെ നല്ലതായിട്ട് മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിറയെ പൂക്കൾ വരുമ്പം വീണ്ടും ഞാൻ വീഡിയോസുകളൊക്കെ ഒത്തിരി ഇടുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടം പോലെ കുഞ്ഞ് അരികൾ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വിത്തുകൾ ഈ പ്ലാന്റുകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ഈ വന്നേക്കുന്നതായ അരികൾ അല്ലെങ്കിൽ വിത്തുകളൊന്നും കളഞ്ഞിട്ടില്ല. നേരത്തെ ഞാനതെല്ലാം അങ്ങ് കളയുമായിരുന്നു. ഈ പ്രാവശ്യം എല്ലാ അരികളും എടുത്തു വെച്ച്, അല്ലെങ്കിൽ വിത്തുകളും എടുത്തു വെച്ചിട്ട് സെയിലിനായിട്ട് വേണ്ടി അവരെ ഒരുക്കിയെടുക്കാനായിട്ടാണ് താല്പര്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അടീനിയത്തിന് ആവശ്യക്കാരുണ്ട്. അത് തന്നെയല്ല, ഇത് നമ്മൾ തൈയായി വന്നിട്ട് അത് ബഡ് ചെയ്ത് എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 1.5 വർഷമെങ്കിലും എടുക്കും. അങ്ങനെയും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നേക്കുന്നതായ തൈകളോ അല്ലെങ്കിൽ വിത്തുകളോ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം സൂക്ഷിച്ച് വെക്കുക. കൂടുതലും അടീനിയത്തിൽ ഇപ്പം എനിക്കുള്ള അടീനിയത്തിൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അത് ഇന്ന് വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നാളെ വേറൊരു കളറായിട്ട് അത് മാറും. പക്ഷേ എനിക്ക് അങ്ങനെ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. ആദ്യം വരുന്ന കളറാണ് ഏറ്റവും നല്ല കളറായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞു നിൽക്കുന്നത്. അപ്പോഴതിൻ്റെ നിറമൊന്നും മങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാവും കേട്ടോ. എന്നാലും ചില പൂക്കൾ ഭയങ്കര സുന്ദരികളാണ്, അങ്ങനെ നിറം മാറിയാലും. ഇവളെ കണ്ടാൽ ഒത്തിരി സുന്ദരിയല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം സെയിലായിപ്പോയി. കാരണം ഇത് അടീനിയം വാങ്ങാനായിട്ട് എത്തിയ ആൾക്കാർക്ക് ആ പൂവായിരുന്നു, അല്ലെങ്കിൽ ആ പ്ലാന്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവളെ കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എനിക്കായിപ്പോയി. അപ്പോൾ അവളെ വിട്ട് കളഞ്ഞപ്പം എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു കുറേ ഫോട്ടോസ് ഇതിൻ്റെ ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ കുറേ ഫോട്ടോകളുടെ ഞാൻ എടുത്തു. നല്ലൊരു പ്ലാന്റ് ആയിരുന്നു. എന്തായാലും എനിക്ക് ഒരു സന്തോഷമുള്ളത്, എന്നേക്കാൾ നന്നായി നോക്കുന്നവരുടെ കയ്യിലോട്ടാണ് അത് എത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും അത് ഇച്ചിരിയുടെ നല്ല വളർച്ചയിലും ഹെൽത്തിയിലും എനിക്ക് പിന്നീട് ഒരു ദിവസം കാണാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്ര നല്ലൊരു പ്ലാന്റ് ആയിരുന്നു ആ പ്ലാന്റ്. ചില പ്ലാന്റുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ സങ്കടം തോന്നാറുണ്ട് കേട്ടോ. കാരണം എന്നാ ചോദിച്ചാൽ അവരെ നമ്മുടെ കൂടെ കൂട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നിർത്തുന്നതായിരിക്കും. ചിലപ്പം അത് ഇങ്ങനെ തരാമോ എന്ന് ചോദിക്കും. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും രൂപ അവരിങ്ങോട്ട് പറയും. ഞാൻ ഇത്ര രൂപയായാലും തരാതെ ഇങ്ങനെ തരാമോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ളപ്പം നമ്മൾ നിവൃത്തികേടും കൊണ്ട് ചിലപ്പോൾ കൊടുത്തു പോകും. അപ്പം അങ്ങനെ ചില പ്ലാന്റുകൾ മുഖവില നൽകി കൊണ്ടുപോകുന്നവരും ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസുകൾ അല്ലെങ്കിൽ വീഡിയോ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒന്നും ഞാൻ സെയിലിന് വേണ്ടി വളർത്തിയതേ അല്ല കേട്ടോ. എൻ്റെ വീട്ടിലെ ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലെ എനിക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനിവരെ വളർത്തി പരിപാലിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പം നിവൃത്തികേടായിപ്പോയി. കാരണം അധികം പ്ലാന്റായി കഴിയുമ്പോൾ പിന്നെ നമുക്കവരെ സംരക്ഷിച്ച് കൊണ്ടുപോകാനൊരു ബന്ധപ്പാട്. അപ്പോൾ നിവൃത്തികേടും കൊണ്ട് പലപ്പോഴും പല പ്ലാന്റുകളും സെയിൽ ചെയ്യാറുള്ളതാണ്. എന്തായാലും അടീനിയം പ്ലാന്റിൻ്റെ അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയ്ക്ക് വെറൈറ്റി പൂക്കളും വെറൈറ്റി പ്ലാന്റുകളുമാണ് ഇപ്പോഴ് വിപണിയിൽ ഇറങ്ങുന്നത്.
അതുതന്നെയല്ല ഈ പ്ലാന്റിനെ ഈ ചെറിയൊരു സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ചെറിയൊരു പരിപാലനത്തോടെ പല രീതിയിൽ ഇതിനെ ഇപ്പോൾ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല പരിപാടികൾ എന്ന് പറഞ്ഞാൽ പല രീതികളിലുള്ളതായ കലാപരിപാടികൾ ഇവിടുത്തെ ചെയ്ത് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം. കോഡെക്സിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലൊക്കെ ഇച്ചിരി കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കി വെക്കാം. കാരണം മാസങ്ങളും 1-2 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏതെല്ലാം രീതികളിൽ ഈ പ്ലാന്റിനെ വെറൈറ്റി ഒരു പ്ലാന്റാക്കി തീർക്കാമെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഇതിൻ്റെ കോഡെക്സ് എനിക്കത് എങ്ങനെ പറഞ്ഞ് നിങ്ങളിൽ എത്തിക്കണമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസുകൾ ഇതിൻ്റെ പല രീതികളിലുള്ള കോഡെക്സിനെ പല രീതിയിൽ ആകൃതിയിലാക്കി വളർത്തിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും അതെല്ലാം ഞാനും ഈ അടീനിയത്തിലൊക്കെ പരീക്ഷിക്കും കേട്ടോ. അപ്പോൾ ആദ്യം താമസിക്കാതെ അതിൻ്റെയൊക്കെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ ഒരു പ്ലാന്റ് വളർത്താമെന്ന്? എന്നാൽ വേഗം ആയിക്കോട്ടെ. എവിടെ നിന്നെങ്കിലും കാണുന്നിടത്ത് വെച്ച് ഒരു പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കണം. അത് വാങ്ങിച്ച് കൂടെ കൂട്ടണം. അപ്പോഴേ നല്ല പൂക്കൾ നിങ്ങളുടെ മുറ്റത്തും വിടരും. അപ്പോഴേ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ അടീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.